സംഗതി നമ്മൾ ദൈവസന്നിധിയിലാണ് ഉത്തരങ്ങൾ പറയുന്നത്. അപ്പം അത് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം? തുടർന്നുള്ള നാളുകളിൽ പാലിക്കാനും അനുസരിക്കാനും വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് പ്രതിജ്ഞയാണോ ചെയ്തതെന്ന് ഓർത്തിരുന്നതാണ് കേട്ടോ. ചോദ്യം ഇതാണ്: ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭയോഗത്തിൻ്റെ മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിന്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിന്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? എല്ലാവരും ചേർന്ന് പറയണം, ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു. ചേർന്ന് പറഞ്ഞേ. അടുത്ത ചോദ്യം, ഞാൻ അതിന് ഉത്തരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയേണ്ടത്. എല്ലാവരും ചേർന്ന് പറയണം, ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഉത്തരം. ചോദ്യം ഇതാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാൻ ചോദ്യം: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദ്യം. എല്ലാവരും ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. അടുത്ത ചോദ്യത്തിന് ഉത്തരം ഓരോരുത്തരുമായിട്ട് പറയണം. ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഉത്തരം. ഞാൻ സ്വീകരിക്കുന്നുവെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷകൻ രക്ഷിക്കുന്നവൻ. യേശു രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യേശു രക്ഷകൻ. യേശു എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശു എന്നെ എന്ത് ചെയ്യുന്നു? രക്ഷിച്ചു എന്നാണ് അർത്ഥം, അല്ലേ? യേശു എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചേ? നോമ്പൊക്കെ നമ്മളിപ്പോൾ ആചരിച്ച് വന്നതാണ്, അല്ലേ? യേശു എങ്ങനെയാണ് നമ്മുടെ രക്ഷകനാകുന്നത്? ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? രക്ഷയുടെ അനുഭവത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും, അല്ലേ? എന്താണ് ഉത്തരം? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശു എന്ത് ചെയ്തു? വഹിച്ചു. പാപത്തിൻ്റെ ശമ്പളം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്? മരണം. അപ്പം പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. മരണം എന്ന ശിക്ഷയിൽ നിന്ന് നമ്മളെന്ത് ചെയ്തു? പാപികളായ നമ്മളെ ദൈവം കർത്താവ് യേശു രക്ഷിച്ചു. അവൻ സ്വയം എന്ത് ചെയ്തു? കാൽവറിയിൽ യാഗമായി തീർന്നു. നമുക്ക് പകരമായിട്ട് എന്ത് ചെയ്തു? ആ ശിക്ഷ വഹിച്ചു. അങ്ങനെ യേശു എൻ്റെ രക്ഷകനായി തീർന്നു. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശു നമ്മുടെ രക്ഷകനാകും. അതാണ് ചോദ്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഉത്തരം. ചോദ്യം ഒന്നുകൂടെ പറയാം. ഓരോരുത്തരായിട്ട് ഇവിടെ നിന്നിട്ട് പറയണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് എല്ലാ സഭയ്ക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിൽക്കുക. വിശ്വാസ പ്രമാണം നമുക്ക് ഈ സമയത്ത് ചേർന്ന് ചൊല്ലാം. സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടാത്ത സത്യനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം മുമ്പേ തന്റെ പിതാവ് ജനിക്കപ്പെട്ടവൻ. ദൈവത്തിന് ദൈവം, പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവല്ല, പിതാവിന്റെ ഏകത്വമുള്ളവൻ. അവനാൽ സർവ്വമുണ്ടായി. അവൻ മനുഷ്യരായ നമുക്കും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. തിരുവചന പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് ഏറെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ഞങ്ങളുള്ളവരെ മരിച്ചവരെ ന്യായിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകി. കർത്താവ് ജയിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനോട് വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുത്തുന്നവനും പ്രവാചകന്മാരെ കൊണ്ട് പറയിച്ചവനായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലമായ ഞാൻ വിശ്വസിക്കുന്നു. പാപമനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്ക് ഇരിക്കാം. അടുത്ത ചോദ്യം: ദൈവം എൻ്റെ സഹായകനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് ഉത്തരം പറയേണ്ടത്. ദൈവം എൻ്റെ സഹായകനാകയാൽ ഞാൻ ചെയ്യും എന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഗീതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ചോദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഗീതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും. പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ. ഓക്കെ, അടുത്ത 3 ചോദ്യങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണം.
മുമ്പ് പ്രസംഗം പറഞ്ഞപ്പോൾ അതെല്ലാം അതിൻ്റെ ചേർന്ന് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണിതിൽ. കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങൾ നിങ്ങൾ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഒന്നുകൂടെ പറയാൻ ചോദ്യം. കർത്തൃ ദിവസത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ആരാധനാ ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പോയാൽ എല്ലാ വിശുദ്ധ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിൽ വരുമോ എന്നും, വന്നാൽ കമ്മ്യൂണിയൻ വിശുദ്ധ സംസർഗം ഉണ്ടെങ്കിൽ അതിന് കൂടുമോ എന്നുമാണ് ചോദിക്കുന്നത്. അത് അങ്ങനെ കൂടും, വരും, സംബന്ധിക്കും എന്നാണ് നിങ്ങൾ വാഗ്ദത്തം ചെയ്ത് പോകുന്നത്. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ പറയാം. കർത്തൃ ദിവസത്തിൽ നിങ്ങളെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന ആരാധനയിൽ പ്രത്യേകിച്ച് കർത്താവിൻ്റെ താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? എല്ലാവരും ചേർന്ന് പറയണം, ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, അടുത്ത ചോദ്യത്തിനും ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ പറഞ്ഞതാണ്. വിശുദ്ധ വേദവസ്തു എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കുമെന്നും എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമെന്നും ആ കാര്യത്തിൽ ഞാൻ വിശ്വസ്തത പുലർത്തും. വിശ്വസ്തത പറഞ്ഞാൽ അത് ചെയ്യുമെന്നാണ് അതിനർത്ഥം. വിശ്വസ്തരായിരിക്കുമെന്നും വാഗ്ദത്തം ചെയ്യുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ചേർന്ന് പറഞ്ഞേ. അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? അതായത് നമ്മൾ ദേവാലയത്തിൽ വന്ന് സ്തോത്രാഴ്ച ഇടുന്നത്, അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്, സാധുക്കളെ സഹായിക്കുന്നത് എല്ലാം എന്താണ്? ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവം വരുമാനങ്ങൾ നിങ്ങൾ തരുമ്പോൾ നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ചേർന്ന് പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായി ഞാൻ സമ്മതിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ക്രൂശിക്കപ്പെട്ടു പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? അതായത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന തിരുവചന സത്യങ്ങൾക്കനുസരിച്ച് നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുമോ എന്നാണ് ചോദ്യം. അതിന് ക്രിസ്തുവിൻ്റെ സാക്ഷി എന്ന് അതിനെ പറയുന്നു. അതുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരാണ് നിങ്ങൾ ജീവിക്കുന്നതാണ് ചോദ്യം. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ചേർന്ന് പറഞ്ഞേ. ഞാൻ സമ്മതിക്കുന്നു. പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിന് ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നിങ്ങൾ ഇങ്ങോട്ട് വന്ന മുട്ടുകുത്തിക്ക്. ഈ റെയിൽസിൽ കുറച്ച് പേർക്ക് മുട്ടുകുത്താം, അല്ലാത്തവർ അവിടെ തന്നെ മുട്ടുകുത്താം. കുറച്ച് പേര് ഇവിടെ മുട്ടുകുത്താം. ബാക്കിയുള്ളവർ അവിടെ തന്നെ മുട്ടുകുത്തുക. അവിടെ സാവധാനം മുട്ടുകുത്തുക. മുട്ടുകുത്തിക്കുക സാവധാനം. അടുത്ത ഒരു സമർപ്പണ പ്രാർത്ഥനയാണ്. ഞാനത് ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ ചൊല്ലണം. കുട്ടികൾ മാത്രം ചൊല്ലിയാൽ മതിയാവും. നമ്മളെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കാതെ നമുക്ക് ഇന്ന് എടുത്ത പ്രതിജ്ഞകളൊന്നും പാലിപ്പാനായിട്ട് സാധിക്കില്ല. അതിനാൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എന്നെ പിന്നാലെ ചൊല്ലാം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്സ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിൻ്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഭ ഒന്നടങ്കം ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളുടെ സ്വന്തമായ പരിശ്രമങ്ങൾ കൊണ്ട് അവരിന്നെടുത്ത പ്രതിജ്ഞകളിലും തീരുമാനങ്ങളൊന്നും പാലിപ്പാനായിട്ട് സാധ്യമല്ലല്ലോ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരുന്നതിന് വേണ്ടി, അവരെ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
കുഴപ്പമില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ. സഭ ഒന്നടങ്കം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ധാരാളമായി പകരുന്നതിനോടൊക്കെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരവിനുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം നമുക്ക് ഈ സമയത്ത് വളരെ ഭക്തിയോടെ നമുക്ക് ദൈവസേനയിൽ ആലപിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരവിനുള്ള സഭയുടെ അപേക്ഷയാകുന്ന 414 കീർത്തനം. അതിന് 1ഉം 2ഉം ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3ഉം 4ഉം ചരണങ്ങൾ സഭാമക്കൾ ഗായകസംഘത്തോടൊപ്പം ചേർന്ന് പാടണം. ആശ്വാസം ജീവൻ സ്നേഹത്തി ശത്രുവേദൂരെ അകറ്റി തന്നിടണം ദിവ്യശാന്തി. സത്യ നിത്യദേവാ തദസുദാമ ശുദ്ധാത്മാ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരം പ്രാർത്ഥന എൻ്റെ പിന്നാലെ സഭാമക്കൾ ഗായക സംഘത്തോടൊപ്പം ചേർന്ന് ചൊല്ലണം. കുട്ടികളത് ചൊല്ലേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഗായക സംഘത്തോടൊപ്പം സഭാമക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം.
വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് കയറ്റിടാം. ഇതൊന്ന് പിടിക്കുകയും ചെയ്യണേ. നിങ്ങളങ്ങോട്ട് അങ്ങോട്ട് കയറി നിൽക്കാവും. അങ്ങോട്ട് കയറി നോളാം. അങ്ങോട്ട് കയറി കയറിപ്പൊക്കോ കയറി പൊക്കോ. ഓരോരുത്തരോരുത്തർ വന്നാൽ മതിയേ. കഴിയുമ്പോൾ സഭാമക്കൾ എല്ലാവരും ഗായസംഘത്തോടൊപ്പം ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭ ഒന്നടങ്കം ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം. ഓരോരുത്തരോരുത്തർ വന്നേ മക്കളെ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കണതിന് നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. അവിടെ നിൽക്കണേ. അടുത്ത ആൾ വന്നേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. അടുത്ത കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ
എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടത്തിക്ക് മകളെ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കിടത്താതെ ദുഷ്ടനോടിക്കണമേ. എന്നാൽ ജീവശക്തി മഹത്വവും ഇതിലേക്ക് നിനക്കുള്ളതാവുന്നു. നിന്റെ പുത്രനും ഞങ്ങളെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ് നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിന്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ.
ആമേൻ. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് സ്ത്രീ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് കേൾക്കാം. ഇപ്പോൾ ഭഗവാനുള്ള ഇടപെട്ടക്കാരൻ ഇന്ന് ശ്രീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സ്വീകരണ വചനങ്ങൾ ചൊല്ലി സ്വീകരിക്കുന്നതാണ്. സഭാമക്കൾ അച്ഛൻ ചൊല്ലത്തിന് സ്വീകരണ വചനങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ഗായകസംഘത്തോടൊപ്പം സഭ ഒന്നടങ്കം ചൊല്ലണം. ഏറ്റു ചൊല്ലി വേണം നമ്മളിവരെ സ്വീകരിക്കാനെന്ന് ഓർപ്പിക്കുന്നു. അച്ഛനിപ്പോൾ അവരെ സ്വീകരിക്കുന്നതാണ്. സ്വീകരണ വചനങ്ങൾ അച്ഛൻ ചൊല്ലി തരുമ്പോൾ നിങ്ങളത് ഏറ്റു ചൊല്ലണം എന്ന് ഓർപ്പിക്കുന്നു. സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതിലെ പോവുക, അതിൻ്റെ പയ്യത്തേക്ക് പൊക്കുക. മൈക്ക് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ്, കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞ്. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിനും ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പു തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനും നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഭയ്ക്കിരിക്കാം. നമ്മൾ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ നമ്മൾ കയ്യൂശ്ശേരി കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? കയ്യൂശ്ശേരി കൊടുക്കുന്നു അല്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കയ്യൂശ്ശേരി കൊടുക്കുമ്പോൾ നമ്മൾ വലത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് പിടിക്കുന്നത്. വലത് കൈപ്പത്തി നമ്മുടെ കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ പിടിക്കണം. പിടിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയണം. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനമെന്നും പറയാം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ ക്രിസ്തുവിൻ്റെ സമാധാനമോ എന്നോ പറഞ്ഞുകൊണ്ട് വേണം കയ്യൂശ്ശേരി കൊടുക്കാൻ. വാങ്ങുന്ന ആൾ ആമേൻ എന്ന് പറയണം. ആമേൻ എന്ന് പറയണം. കേട്ടല്ലോ? അതാണ് കയ്യൂശ്ശേരി കൊടുക്കുമ്പോഴുള്ള അനുഷ്ഠാന വചനങ്ങൾ. സാധാരണ നമ്മളങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിച്ച അങ്ങനെയല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് കയ്യൂശ്ശേരി എന്ന് പറയുന്നത്. അപ്പം അത് വലത്ത് കൈപ്പത്തി നമ്മുടെ കയ്യിൽ ഉള്ളിൽ വരത്തക്ക രീതി പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയും വാങ്ങുന്ന ആൾ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും അയാൾ വീണ്ടും കൊടുക്കുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയും ഞാൻ ചെയ്തു. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഞാൻ തന്നെ കയ്യൂശ്ശേരി നൽകുന്നതാണ്. പിന്നീട് സഭയ്ക്ക് പൊതുവായിട്ട് ആ കയ്യൂശ്ശേരി ലഭിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ പ്രതീകമായ കയ്യൂശ്ശേരി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം.
ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം, ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം, ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം, ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ഇപ്പോൾ ബഹുമാനുള്ള അച്ഛൻ സ്ഥിരീകരണ കാർഡുകൾ നൽകുന്നതാണ്. സ്ഥിരീകരണ കാർഡുകൾ മേടിച്ച് നിങ്ങളത് സൂക്ഷിച്ച് വെക്കണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. വളരെ സൈസ് ചെറുതായിട്ടുള്ളൊരു കാർഡാണ്. അവിടെ നിങ്ങൾ പേരുകളുണ്ട്, സ്ഥിരീകരണം കഴിഞ്ഞ തീയതിയുണ്ട്, കമ്മ്യൂണിയൻ സ്വീകരിച്ച തീയതിയുണ്ട്, ഒപ്പുകളുണ്ട്. അത് നിങ്ങൾ നോക്കി പേരുകളും എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കി പോകണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. അത് നിങ്ങൾ ഭദ്രമായി സൂക്ഷിക്കണം. ഭാവിയിൽ നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ആ കാർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. സ്ഥിരീകരണം കഴിഞ്ഞാണോ ഇല്ലയോ, കൺഫർമേഷൻ കഴിഞ്ഞാണോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റാണ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ കാർഡ്. അത് നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. അതിൽ ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയെ അതിൽ കൂടുതലായിട്ടുള്ള പ്രാർത്ഥനകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചേർത്ത് വാചകങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. അത് പ്രത്യേകമായി സൂക്ഷിച്ച് വെക്കണമെന്നും പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കും. സ്റ്റാഫ് അപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ചേർത്ത് വെച്ചു. ജോസഫ് ഓക്കെ, ഇവിടെ നിൽക്കണേ. അലൻ സാം, ദൈവനിക്ക് ജോയൽ ജോമോൻ, ദൈവനിക്ക് ഇദീസ് ജോമോൻ, ദൈവനിക്ക് ബിബിൻ ബെന്നി, ദൈവനിക്ക് ജെറിൻ അനിൽ, അലൻ അജി, സ്റ്റെഫി ജോൺസൺ, ആഷ്ന ജിജോ, റെബക്ക ജോസഫ്, ഐറിൻ അനിൽ, ആൽബിന ഷിജോയ്, മീനു ബെന്നി, മിനി മനോജ്, ആഷ്ന ജയ്മോൻ, ജോയൽ മാത്യു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. ചന്തമായി പോയി.